ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 2 ആഴ്ചയായി വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. പിന്നെ നമ്മുടെ വർക്കും സ്കെഡ്യൂളും ഒക്കെ ആയിട്ടൊന്ന് സെറ്റായി വരുന്നേ ഉള്ളായിരുന്നു. ഇന്ന് ആക്ച്വലി ഒരു ഡേ ഓഫ് ആണ്. അപ്പോൾ ജിമ്മിൽ പോകുന്നു. ജിമ്മും വർക്കും ഒക്കെ കൂടെ അങ്ങോട്ട് സെറ്റായിട്ടില്ല. ബിക്കോസ് ആ ജെറ്റ് ലാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ ഓഫ് ഡേയ്സിലൊക്കെ പോകും ഗൈസ്. പിന്നെ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ ചെയ്യുന്നു. പുതിയൊരു ഗാഡ്ജറ്റാണ് ഗൈസ് ജിമ്മിലേക്ക് വാങ്ങിയത്. ഇത് മറ്റേ ബാർബെൽ സ്ക്വാട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ദിവസം നല്ല ഹെവി വെയിറ്റ് വെച്ച് ചെയ്തപ്പോൾ എൻ്റെ ബാക്കിലൊരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഇങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു വള്ളി. അപ്പോൾ അതിനുവേണ്ടി ഈ ഗാഡ്ജറ്റ് വാങ്ങി ഗൈസ്. ഇതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഏതായാലും രാവിലെ ജിമ്മിൽ പോകുന്നു. ഇനിയും ഒരു ഡേ ഓഫ് ആയതുകൊണ്ട് ഏതായാലും ഒരു വ്ളോഗ് അങ്ങ് സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നേരെ ജിമ്മിൽ ചെന്നിട്ട് കാണാം. നല്ല കിടിലം വെതറാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മുടെ ആ സമ്മറിൻ്റെ ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രോപ്പർ സമ്മർ ആയില്ലേലും എന്നാലും ഇടയ്ക്കൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല വെതറാണ്, വലിയ ചൂടുമില്ല. ഈ സണ്ണാന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് കണ്ടില്ലേ, ഇതിപ്പോൾ ഗ്യാസിൻ്റെ വില 156 ആണ് ഇന്നത്തെ വില. അത് വാൻകൂവർ 156 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ്. ഇപ്പോൾ ഒണ്ടാരിയോ ആൽബർട്ടയിലൊക്കെ ചിലപ്പോൾ $1 താഴെ ആയി കാണും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇപ്പോൾ ഒരു ഏർലി ഇലക്ഷൻ ഇവർ കോൾ ചെയ്തേക്കുവാണ്. നമുക്ക് ഈ വരുന്ന 28-നാണ് ഇലക്ഷൻ. പക്ഷേ ഇന്ന് തൊട്ട് നമുക്ക് അഡ്വാൻസ് വോട്ടിംഗ് ഉണ്ട്. അഡ്വാൻസ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-ന് വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പാണ്. പിന്നെ അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടിംഗ്, അങ്ങനെ പല പല സെറ്റപ്പുകളുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴും പോയി വോട്ട് ചെയ്യണം. വോട്ടിങ് അങ്ങ് തീരും. പറ്റുമെന്ന് ഇന്ന് തന്നെ ചെയ്യണം. ബിക്കോസ് ഇന്ന് ഇനി ഓഫ് ആയതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓഫ് ഡേയ്സിലൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വള്ളികളൊക്കെ അങ്ങ് തീരുമല്ലോ ഗൈസ്. അപ്പോൾ ഇനിയും ആക്ച്വലി ഇലക്ഷൻ ആയതുകൊണ്ട് ഈ റീറ്റെയിൽ കാർബൺ ടാക്സ് റിമൂവ് ചെയ്തുകൊണ്ട് മെയിനായിട്ട് ഗ്യാസിൻ്റെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗ്രോസറീസ് എനിക്ക് അത്രയും കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കുറഞ്ഞ് കാണുമായിരിക്കും. പിന്നെ ഗ്യാസിൻ്റെ വില നമുക്ക് സ്ഥിരം അറിയാം. കാരണം ഓൾമോസ്റ്റ് $2 വരെ ആയതായിരുന്നു വാൻകൂവറിൽ, അതുപോലെ ആയതായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ വരവും ഇമിഗ്രൻസിൻ്റെ വരവും ഒക്കെ ഇത്തിരി കുറച്ചതുകൊണ്ട് റെൻറ്റ് ഇച്ചിരി കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് തന്നെയല്ല, ലൈക്ക് കൂടുതൽ യൂണിറ്റ്സ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാൻകൂവറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റെൻ്റൽ യൂണിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ബിക്കോസ് നമ്മൾ മാർക്കറ്റ് പ്ലേസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയതാണ്. അപ്പോൾ ഈവൻ ഈ റെൻ്റൽ സംഭവം ഒരു ഇച്ചിരി അഫോർഡബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് തന്നെ ഇമിഗ്രൻസിനെ കുറച്ചതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റാണത്. നമ്മൾ ഇനിയുള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇമിഗ്രൻസ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഉള്ളവർക്ക് തന്നെ ജോലിയില്ല. ഇനി നമ്മളിപ്പോൾ അതിനെപ്പറ്റി നെഗറ്റീവ് അടിക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഓൺ ദ വേ ജിമ്മിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ജിമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു മടിയുണ്ട്. അതിപ്പോൾ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഓഫ് ഡേയ്സിൽ ഞാൻ പോകാറില്ല. ബിക്കോസ് എൻ്റെ ഡേ ഓൺ എന്ന് പറയുമ്പോൾ ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാൽ 12 hour ഷിഫ്റ്റ് മിനിമം ഞാൻ ചെയ്യും. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു 4 hour 6 hours വേണ്ടി അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിവതും ഷിഫ്റ്റ് പിക്ക് ചെയ്യും. എൻ്റെ നോർമൽ ഷിഫ്റ്റ് തന്നെ 12 hours ആണ്. ഷിഫ്റ്റ് പിക്ക് ചെയ്താലും ഞാനത് 12 hours തന്നെ പിക്ക് ചെയ്യും. എന്നിട്ട് ഒരു ഡേ ഓഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങ് സെറ്റാക്കും. അപ്പോൾ നേരെ ജിമ്മിലോട്ട് പോകാം ഗൈസ്. ജിമ്മിലോട്ട് ഓൺ ദ വേ. ജിമ്മിലെത്തി ഗൈസ്. ജിമ്മ് 8 o'clock ഇന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇന്ന് ആക്ച്വലി ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട്, യൂഷ്വലി 6 o'clock ഓപ്പൺ ചെയ്യുന്നത്. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് ജിമ്മിൻ്റെ അവിടെ. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഈ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ജിമ്മിൽ വരുന്നത്. പ്രായം കുറഞ്ഞവരും ഉണ്ട്, പക്ഷെ അവരാണ് കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ജിമ്മിലെ വർക്കൗട്ട് ഒന്നും കാണിക്കുന്നില്ല കേസ്. ഇനി ഒരു 2 minute കൂടെ ഉണ്ട് ഓപ്പൺ ചെയ്യാൻ നേരെ ജിമ്മ് വർക്കൗട്ട് ചെയ്യുക. ഒരു 1 hour ജിമ്മ്. അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, പല പ്ലാനിങ് ഉണ്ട്. ജിമ്മ് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കുക. ഏതായാലും സെറ്റ് കട്ട വെയിറ്റിംഗ് ആണ് കേസ്. ഇതൊരു ജിമ്മ് ഓപ്പൺ ആയിട്ടില്ല, കണ്ടില്ലേ? ഒരുപാട് ആൾക്കാർ ഇന്ന് 8 മണിയാകുമ്പോഴത്തേനും ജിമ്മ് അത്യാവശ്യം ക്രൗഡഡ് ആവും. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നങ്ങ് ചെയ്യുന്നത്. ഒരു 6 o'clock ആകുമ്പോഴേ ഞാൻ വന്നങ്ങ് സെറ്റാകും. ബിക്കോസ് ഈ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടത്തില്ല. നമ്മുടെ ചില കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അങ്ങ് എൻഗേജ്ഡ് ആവും. സെറ്റ് ജിമ്മൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് ആയതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഈ മരത്തിലൊക്കെ നല്ല ഒരു പിങ്ക് ടൈപ്പ് പൂവുണ്ട്. നല്ല രസമാണ്. നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ, നല്ല വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല വേറെ തന്നെ ഒരു വൈബായിരിക്കും. പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം അടുത്ത പരിപാടി എന്താ.
ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ട്രാഫിക്കാണ്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ആൽബർട്ട അങ്ങനെ ക്യാമ്പിങ് അങ്ങനെ പല പരിപാടികളായിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ എല്ലാ ഷെബിൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ മനുഷ്യനെ പറ്റി. നമുക്ക് പിന്നെ വിശദമായിട്ട് ഷെബിനെ പരിചയപ്പെടാം. നമ്മുടെ പല വീഡിയോയിലും ഷെബിൻ വന്നിട്ടുണ്ട്. പിന്നെ ജോസേട്ടൻ തൊട്ടടുത്ത് ജോസേട്ടൻ നമ്മളെ പറ്റി കഴിഞ്ഞ നമ്മുടെ ആൽബർട്ട ട്രിപ്പ് കഴിഞ്ഞൊരു കോൺട്രവേഴ്സി വന്നത് അറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ. ജോസേട്ടൻ എന്നെ ട്രിപ്പിന് കൊണ്ടുപോയി, ഞാൻ ജോസേട്ടന് പൈസ തന്നില്ല, ഞാൻ ജോസേട്ടനെ എന്താ ഊറ്റി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സത്യത്തിന്റെ മുഖം വികൃതമാണ്. അത് പോട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ എനിവേസ് ഞങ്ങളിന്ന് ട്രിപ്പ് മോഡ് ഓൺ ആയതാണ്. പക്ഷേ അയ്യോ ഫയർഫോഴ്സ് ഗൈസ് ഇവിടുന്ന് പറഞ്ഞ ആ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ കണ്ടില്ലേ? ഫയർഫോഴ്സ് വരുന്ന കണ്ടപ്പോൾ അപ്പായ മാറിക്കൊടുക്കും. എന്താ പ്രശ്നമുണ്ട് ഗൈസ്? അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല അല്ലേ? അതെ. കാനഡയിൽ ഒരു KL രജിസ്ട്രേഷൻ ആംബുലൻസ്, കേരള KL 2229 ആംബുലൻസ് ആണ് ഗൈസ്. വൈവാണ്, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്. എല്ലാവരും കൂടെ ആൽബർട്ടേക്ക് വെച്ച് പിടിക്കുമെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ ഒന്ന് പോവുകയും വേണം. വണ്ടി ഇപ്പോൾ നമ്മൾ സൈഡാക്കിയില്ലെന്നുണ്ടെങ്കിൽ വള്ളിയാകും. പക്ഷേ ഇത് അന്യായ ബ്ലോക്ക്. ഹൈവേ 1 ഈ ഹൈവേ 1 പിടിച്ച് അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൽബർട്ട, ഒണ്ടാരിയോ, വിന്നിപ്പെക്കൊക്കെ പിടിക്കുന്ന സൈഡാണിത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ രക്ഷയില്ല. നമുക്ക് ഇപ്പോൾ ഈ ബ്ലോക്കിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല നമുക്ക്. പിന്നെ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകാറില്ല. നമ്മൾ ആക്ച്വലി ചില്ലിവാക്ക് വേറൊരു ചെറിയ വൈബിന് ഇറങ്ങിയതാണ്. കൂടെ ജോസേട്ടനുണ്ട്, അതുപോലെ തന്നെ ഷെബിൻ ബ്രോ ഉണ്ട്. ഷെബിൻ ബ്രോയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഷെബിൻ ബ്രോയുടെ കുറേ ഇൻട്രൊഡക്ഷൻ ഞാൻ വേറെ തരുന്നുണ്ട്, അത് ഞാൻ ഇട്ടോളാം. ഷെബിൻ ബ്രോ നമ്മുടെ ഒരു ഡിവോഷണൽ സോങ് ആയ അമ്മേ അമ്മേ താ. ഗൈസ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ട് പിച്ചക്കാരൊക്കെ. പക്ഷെ ഇത് പിച്ചക്കാരല്ല, ഇവന്മാർ മറ്റേ ഡ്രഗ്ഗേഴ്സ് ആണ് ഗൈസ്. അതുകൊണ്ട് ഇവർക്കൊന്നും പൈസ കൊടുക്കരുത്. നമ്മൾ ഒരിക്കലും ഡ്രഗിനെ നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള ഇതൊരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. ജോസനം പ്രൊമോട്ട് ചെയ്യും. ഷിപ്പിക്കാണെന്നെങ്കിലില്ല ഡ്രഗ് എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ ഒരിക്കലും ഇത് ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഇതില്ല. പിന്നെ പൈസ ഇല്ലാത്തവരെന്ന് പറയാനായിട്ടില്ല ആളുകൾ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ ഈ ഡ്രഗിന് വേണ്ടിയാണ് പൈസ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത് താക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കഴുത്തിന് കത്തി വെക്കാനും മതി അല്ലേക്കാ. നമ്മളപ്പോൾ ചെറുതായിട്ട് ഈ ട്രാഫിക് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങ് ചില്ലിവാക്ക് വരെ പോകാനൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ദോശയൊക്കെ കഴിച്ച് സെറ്റാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ കോസ്കോയിലൊന്ന് കയറി എന്താ സെറ്റപ്പ് എന്ന് അറിഞ്ഞിട്ട് അല്ലേ ജോ? ഷെബിൻ ബ്രോ ഉണ്ട്. ഷെബിൻ ബ്രോ നടൻ, സംവിധായകൻ. ചിലപ്പോൾ ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട് ഗൈസ്, ജോസേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോസേട്ടനെ സർപ്രൈസ് ചെയ്യും. ബിക്കോസ് എനിക്കൊരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനായിരിക്കണമല്ലോ ഹീറോ. 10 പൈസ പ്രതിഫലം വാങ്ങാതായിരിക്കും ഞാൻ അതിനെ അഭിനയിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പം തന്നെ കരച്ചിൽ വന്നു, കണ്ണ് കറഞ്ഞു. കോസ്റ്റോയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാതെ തരത്തില്ല. ഷെബിൻ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാനുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. ഞാൻ 2 ടീഷർട്ട് വാങ്ങി. സമ്മറല്ലേ വരുന്നത്, സമ്മർ വൈബ്. പക്ഷേ നമ്മളെല്ലാം നടന്നു പോകുന്ന കാണുന്ന പലരും ചോദിക്കുന്നത് സ്റ്റുഡൻസ് ആണെന്ന് എന്നെ കണ്ടിട്ടായിരിക്കും. കാരണം ഇവർ ഏജ് വൈസ് കഴിച്ച് ഞാൻ ഇവരെക്കാട്ടിലും ഒത്തിരി ഇച്ചിരി എൽഡറാണ്. പക്ഷേ നമുക്ക് എന്നെ കണ്ട് ഏജ് ഫീൽ ചെയ്യാത്ത പലരും ചോദിക്കുന്നത് സ്റ്റുഡൻ്റ് ആണോ. അത് ചിലർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ സ്റ്റുഡൻസിനെ കാണുമ്പോൾ അവർക്ക് ചെറിയ കളിയാക്കുന്ന രീതിയിൽ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ ആ ഒരു ബേസിൽ എടുക്കുന്നില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഏജ് ഫീൽ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ജോസേനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഏജ് ഉണ്ട്. എൻ്റെ ഐറ്റം വന്ന കേസ് ചോറ്, പപ്പടം, ഉപ്പേരി, അങ്ങനെ ലേറ്റ് ആയത് കാര്യം. അതുകൊണ്ട് ജോസേൻ്റെ അത്രയും മസാല പക്ഷേ എനിക്കൂടെ കഴിക്കാറില്ല. സ്നേഹമുള്ള മനുഷ്യനാണ്, പകുതി ആദ്യം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഹൈലി റെക്കമെൻഡ് ആണ് ദോശ ക്ലബ്ബ്. പക്ഷേ അങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എങ്ങനെ എനിക്കിപ്പോൾ ജിമ്മടി ശിവൻ ബ്രോയുടെ ചിലവായിരുന്നു. പിന്നെ ഷെയർ ചെയ്യണമെന്നൊക്കെ പറയാം. നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ കൈസ്. അങ്ങനെ ഏതായാലും ഇവിടെ വരെ വന്നതില്ല. അപ്പോൾ എന്നാൽ വോട്ടിംഗ് ഇവിടെ ചെയ്തേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ സ്കൂളിൽ വന്നതാണ്. ചെന്ന് കയറി നോക്കട്ടെ. അഡ്വാൻസ് വോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് ഇറങ്ങി ഗൈസ്. ഏതായാലും ഇന്ന് സ്പോർട്സ് ടൈപ്പ് ജോസേട്ടന് നമ്മുടെ ഷെപ്പിക്കുകയും കൂടെയാണ്. കാരണം നമ്മുടെ കൂടെ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഈ കമ്പനി തരാൻ വേണ്ടി ജോസേട്ടൻ എൻ്റെ കൂടെ ചില്ലിയാക്കി വരെ വന്നതാണ്. കട്ട പോസ്റ്റാണ് ഗൈസ്. പക്ഷേ നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ മനസാക്ഷിയുടെ അംഗീകാരം നല്ലൊരു നാളേക്കായി. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇനി എന്ത് വരും എന്താകുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രംപുമായിട്ട്
നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡറാണ് അല്ലേ ജോസേട്ടാ? ഷെഫിക്ക. അങ്ങനെ ഗൈസ് നമ്മൾ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പോസ്റ്റ് ആയിരുന്നു, കട്ട് ഓഫ് പോസ്റ്റ് ആയിരുന്നു ഗൈസ്. ഓൾമോസ്റ്റ് ഒരു 2 hours അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് അത്രയും നേരം അവിടെ നിൽക്കുന്നതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഷെഫിക്കയും ജോസേട്ടനും രണ്ടുപേരും കൂടെ നമുക്ക് വേണ്ടി പോസ്റ്റ് ആയതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. എനിവേസ് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഒരു റൈറ്റ് ആണല്ലോ വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US കാനഡ ട്രേഡ് വാറാണ്. അതിന് ട്രംപുമായിട്ട് പ്രോപ്പർലി നെഗോഷിയേറ്റ് ചെയ്യാൻ ഒക്കുന്ന ഒരു ലീഡറിനെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം, ഫിംഗേഴ്സ് ക്രോസ്, LDF വരും, എല്ലാം ശരിയാവും എന്ന് കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ പറയാനൊക്കത്തില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും വരട്ടെ, ആരെങ്കിലും ഒക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ശരിയായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കേസ് നമ്മൾ ആ ടെൻഷനൊക്കെ വിടുന്നു. നാളെ രാവിലെ വർക്കും ഉണ്ട്. പക്ഷേ ഏതായാലും നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കൾട്ടസ് ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട്, അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേസ്. അല്ലേക്കാ സെറ്റ് നല്ലൊരു പ്രോയായി. വന്നു. അത്യാവശ്യം നല്ല ആളുണ്ട്. ഇന്ന് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ ആക്ച്വലി ക്യാമ്പിംഗ് സൈറ്റ്സ് ഒക്കെ ഫുള്ളാണ്. പിന്നെ നല്ല വെതറാണ്, കിട്ടിലും വെതറാണ്. ഈ സണ്ണും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റും, നല്ലൊരു വെതറാണ്. ഇവിടെ വന്ന് നിൽക്കാനൊരു നല്ല സ്ഥലമാണ് ഇത്. കൾട്ടസ് ലേക്ക് എന്ന് പറയുന്നത് നല്ല. ഇവിടെ ബോട്ടിങ്, ജെറ്റ് സ്കീ, അങ്ങനത്തെ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് പെയ്ഡ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം ഇടുന്നില്ല, അങ്ങ് എടുത്തുകൊണ്ട് പോവാം. അതുകൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്, നല്ല കിടിലൻ വ്യൂ ആണ് കേസ്. വേറെ തന്നെ വൈബ് ഇവിടെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിക്കുവാണ് കേസ്. ഷെഫ് ബ്രോ പോയേക്കല്ലേ? വാട്സാപ്പ് ബ്രോ, വാട്സാപ്പ് ജോസ് ബ്രോ വിട്ടാലോ? ജോസേട്ടനൊക്കെ ഇങ്ങനെ കിട്ടുക, ജവിക്കാന്നൊക്കെ 3 ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഫ്രീ ആയിട്ടൊരു ദിവസം നമുക്ക് കിട്ടിയത് വലിയ കാര്യം. ജോസേട്ടനൊക്കെ കേസ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഇപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓവർ ടൈം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 12 o'clock ആയതേ ഉള്ളൂ. 12 o'clock കഴിഞ്ഞ് 4 to 12 8 hour ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ് ഉണ്ട്. ഇന്നലെ നമ്മൾ ചെയ്തില്ല, അപ്പോൾ അത് ഇന്ന് പോയി അത് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇനി നേരെ പോയി ഹെയർ കട്ട്. അങ്ങനെ കൈസ് ഹെയർ കട്ടൊക്കെ കിട്ടി, സെറ്റായി. ഇന്നലെ ആക്ച്വലി എനിക്ക് ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ ട്രാഫിക് സ്റ്റക്കായിപ്പോയി കൈസ്. ഇന്നലെ ഒന്നാമത് ഇവിടെ ലോങ് വീക്കെൻഡ് ഇപ്പോൾ ഈ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും, അപ്പോൾ ലോങ് വീക്കെൻഡൊക്കെ വരുമ്പോഴത്തേനും ആളുകൾ ക്യാമ്പിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങും. പ്രത്യേകിച്ച് നല്ല വെതറാണ്, കണ്ടില്ലേ, കിട്ടില്ല വെതർ. ഈ വെതറിലാണ് ഇനിയും സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നലെ അപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ സ്റ്റക്കായി, പിന്നെ നമ്മുടെ പല പരിപാടികളും നടന്നില്ല. അപ്പോൾ അങ്ങനെ ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ് നമ്മൾ ഇന്നത്തേക്ക് അവർ റീസ്കെഡ്യൂൾ ചെയ്ത് തന്നു ഗൈസ്. അപ്പോൾ പിന്നെ കണ്ടില്ലേ ഇവിടുത്തെ ഈ മരത്തിലൊക്കെ പൂ കണ്ടില്ലേ, നല്ല ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നുള്ള വേറെ തന്നെ വൈബായിരിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നിനും പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. നാളെയും എൻ്റെ റെഗുലർ ഓഫ് ഡേ ആണ്. പക്ഷെങ്കിൽ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്നോട് ഒരുപാട് പേര് കഴിഞ്ഞ നാട്ടിലത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഈ ഫ്ലൈറ്റ് ബെനിഫിറ്റ്സ്. അത് നമുക്കൊരു എയർലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി കിട്ടുന്ന ബെനിഫിറ്റ്സ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ബൈയിലാണ് ട്രാവൽ ചെയ്യുന്നത്. സ്റ്റാൻഡ് ബൈ എന്ന് പറയുമ്പോൾ കൺഫേം അല്ല, സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് എയർപോർട്ട് ടാക്സസ് മാത്രമേ ഞാൻ പേ ചെയ്യാറുള്ളൂ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
അത് നോർമലി എല്ലാ എയർലൈനും കൊടുക്കുന്നൊരു ബെനിഫിറ്റാണ്. പിന്നെ നമുക്ക് ചില സമയത്ത് ഇവർ കൺഫേം പാസസ് ഒക്കെ തരും. അപ്പോൾ ഈ കൺഫേം പാസസ് നമ്മൾ എന്തോ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം. ലൈക്ക് ഈവൻ റിട്ടയർ ആയി കഴിഞ്ഞാലും നമുക്കിത് യൂസ് ചെയ്യത്തക്ക രീതിയിൽ സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി ചെന്ന് നമ്മളങ്ങ് സ്റ്റക്കായി, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വരണമെങ്കിൽ ടിക്കറ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് വേണമെങ്കിൽ കൺഫേം പാസ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഒരു എയർലൈനിൽ വർക്ക് ചെയ്യുന്നതിനെ കമ്പനി തരുന്നൊരു ബെനിഫിറ്റാണ് അത്. പിന്നെ അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് ഞാൻ മാത്രമേ ഉള്ളൂ ഏറ്റവും കുറവ് ട്രാവൽ ചെയ്യുന്ന ആളുകൾ. യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ കണ്ടിന്യൂസ് ഒരു 15 days സ്ട്രെയിറ്റ് ഓവർ ടൈം എല്ലായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇവരൊരു 15 days വെളിയിൽ പോവും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് വെക്കേഷൻ കഴിഞ്ഞ് വന്നു ആ ഒരു സെറ്റപ്പ്. ചിലപ്പോൾ നമുക്ക് ഉടനെ ഒരു വെക്കേഷനോട് വരുന്നുണ്ട്, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. റോബി കാറ്റഗറി സൈനിങ് ഔട്ട്.